എങ്ങനെയുണ്ടായിരുന്നു എന്റെ പെർഫോമൻസ്? മതി 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 അടിപൊളിയായിട്ടുണ്ട്. ഇതൊന്ന് മുതുകിൽ ഒരു പാടൊക്കെ അത് രണ്ടടി മാറിക്കൊണ്ടതാ. കുഴപ്പമില്ല, പഴുത്തോളം കുഴപ്പമില്ല. ഇറ്റ്സ് ഓക്കെ. അതിനാ നമ്മൾ ഇത്ര എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ ഡാൻസ് ചെയ്യിപ്പിച്ചപ്പോ എന്തിനാ? അതിന് കാരണമുണ്ട്. ഇപ്പോ വില്ലൻ അവാർഡാണ് ഇനിയിപ്പോ തരാൻ പോകുന്നത്. അതിനൊരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അയ്യേ, ഇതൊക്കെ ഔട്ട്ഡേറ്റഡ് ആയില്ലേ? തീർച്ചയായിട്ടും ഇത്രയും കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ചെറിയൊരു ഐറ്റം എടുത്ത് വെച്ചാൽ കറക്റ്റ് ആ പഴയ വില്ലന്മാർ ഓർമ്മ വരും. എന്താ പറയുന്ന കാര്യങ്ങൾ എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എനിക്കും മനസ്സിലായി. ജോസ് പ്രകാശ്. പക്ഷെ ഈ കൈൻഡ് ഓഫ് വില്ലന്മാരൊക്കെ ഇപ്പൊ നമ്മൾ കാണാറില്ലല്ലോ. ശരിയാ. സിംഹമാലൻ കുരങ്ങനും ഡിനോസറിനും ഒക്കെ ശേഷം അതുപോലെ തന്നെ വംശനാശം വന്ന ടീമാണ് ഈ പഴയ കാലത്തെ വില്ലന്മാര്. അതേപോലെ ഇതിന്റെ കൂടെ എപ്പോഴും ബാക്കിൽ ഇങ്ങനെ ഡാൻസ് ഒക്കെ ഇപ്പൊ ഞാൻ ചെയ്ത പോലെ ചെയ്തോണ്ടിരുന്നത് ആ പെൺകുട്ടികളൊക്കെ എവിടെ പോയി? അവരിപ്പോ കുറച്ചുപേര് തൊഴിലുറപ്പ് പദ്ധതിക്ക് പോയി, മറ്റു കുറച്ചുപേര് ചിയർ ഗേളായിട്ട് പോയി. പിന്നെ അതിൽ ഒരെണ്ണം മാത്രമേ ഇണതെറ്റി വന്ന് ആങ്കറിങ്ങിനായിട്ടങ്ങ് ഇറങ്ങി. അതാരാന്നറിയോ? അതേ നിക്കല്ലേ. ഓക്കെ, അതൊക്കെ ശരി. ഈ പഴയ വില്ലന്മാർക്കൊക്കെ ഇപ്പൊ എന്താ താല്പര്യമില്ലാന്ന് പറഞ്ഞത്? പണ്ടത്തെ സിനിമയിലെന്ന് വെച്ചാൽ ഒരു സിനിമയില് എനിക്ക് തോന്നുന്നു 4 ബലാത്സംഗ സീൻ വെച്ചുണ്ട്. ഇപ്പോഴത്തെ സിനിമയിൽ അതില്ലല്ലോ, അതുകൊണ്ടാണ് അവർക്ക് താല്പര്യമില്ലാത്തത്. ഇപ്പോഴത്തെ വില്ലന്മാരെ നോക്കുകയാണെങ്കിൽ ഹീറോനെയും ഗ്ലാമർ ആയിരിക്കും വില്ലന്. അത് പറയരുത്. പഴയകാല വില്ലന്മാര് കിടിലം ഗ്ലാമറാണ്. എന്തിനാ? നമ്മുടെ ഉമ്മർക്ക എന്താ ഗ്ലാമർ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഫോൺ വന്നു കഴിഞ്ഞാൽ ഉടനെ ഞാൻ ഉമ്മർക്കായ മനസ്സിൽ ആലോചിക്കും. അതായത് എപ്പോഴും എൻ്റെ ഫോൺ വൈബ്രേഷൻ മൂഡിലായിരിക്കും. എന്താ ഇങ്ങനെ പണ്ടത്തെ വില്ലന്മാരൊക്കെ എന്ത് ചെയ്താലും അദ്ദേഹം പറഞ്ഞിട്ടേ ചെയ്യൂ. അതിനുശേഷം ജോലിക്ക് പോകും. പേര് പറഞ്ഞ് എന്ത് ജോലിക്ക് വന്നെന്ന് പറഞ്ഞിട്ടേ കയറൂ. ഇപ്പൊ കാണിച്ചു തരാം. സൗദാമിനി വാതിൽ തുറക്കാൻ, ഇല്ലെങ്കിൽ ഞാൻ ബലഹത്സംഗം ചെയ്യും. അങ്ങനെ പറഞ്ഞിട്ടാ ഓരോ പണിക്ക് ഇറങ്ങുന്നത്. അതായത് പെർമിഷൻ ഒക്കെ ചോദിച്ചിട്ട് ഒരു സംഭവം നിനക്കാലക്ക് ഇതൊക്കെ വാളാ, ഇതൊക്കെ നന്നായിരുന്നു. എന്തായാലും വില്ലൻ വേഷം ഇതേപോലെ സുന്ദരമാക്കിയ വില്ലന്മാർക്കുള്ള അവാർഡാണ്. അപ്പോ നമുക്ക് നോമിനേഷൻസ് അവിടെ നിന്ന് വായിക്കാം. Fortune Sunflower Oil IFA Award for Performance in a Negative Role. Fortune Sunflower Oil IFA ഉത്സവം മികച്ച വില്ലൻ. Have you been to Bombay? Yeah. അവിടുത്തെ റെഡ് സ്ട്രീറ്റിലെ അൽഫോൻസ് പുത്രൻ പ്രേമം. And it's so horrible looking at you in front of my family, my friends. And how do you think I can tolerate you? ബാല എന്ന് നിന്റെ മൊയ്തീൻ. ജയസൂര്യ യോബിന്റെ പുസ്തകം. ഓടിപ്പോനവങ്ങളും തേടിപ്പോനവങ്ങളും യാരും இந்த കാടை വിട്ട് വെളി വരട്ടെ. തേർഡ് വേൾഡ് കൺട്രിയിൽ ഒരു തേർഡ് റേറ്റിനെ മാരി ചെയ്ത് സ്ട്രഗിൾ ചെയ്യാനല്ല, കുഞ്ചാക്കോ ബോബൻ ചിറകൊടിഞ്ഞ കിനാവുകൾ. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിൽ ജീവിക്കുവാനാണ് സുമതിയുടെ യോഗം. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ മിസ്റ്റർ തയ്യൽക്കാരനുണ്ടെന്ന് ഞാൻ കരുതുന്നു. വക്കീല് കളമറിയാതെയാണ് കളിക്കുന്നത്. ഇനിയൊരു രഞ്ജി പണിക്കർ എന്നും എപ്പോഴും. ഈ അധോലോകം എന്ന് പറയുന്നത് ഹോളിവുഡിലും മുംബൈയിലും മാത്രമല്ല, കൊച്ചിയിലുണ്ട്. വിജയ് ബാബു ഡബിൾ ബാരൽ. അമ്പ് പെരുന്നാളിന് അവലോസ് ഉണ്ട ഉണ്ടാക്കിയതും അച്ചപ്പൻ ചുട്ടതും നമുക്ക് പിന്നെ പറയാം. ആദ്യം ഞങ്ങളുടെ കല്ലിങ്ങെടുക്ക്. സുരാജേട്ടാ, ആരെയാ വിളിക്കണ്ടെന്ന്? ഇത് കറക്റ്റായിട്ട് ഓർഡറിൽ എഴുതി വെച്ചതെന്നല്ലേ. എന്തിനാ വാരി വലിച്ച് കളയാൻ പോയത്? പറയും ആരാണ്? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ട്രസ് ഉണ്ട്. ആ തട്ടത്തിൻ മരത്ത് മറ്റേ ആ കുട്ടി. യെസ്, ഇഷ തൽവാർ ആൻഡ് നമ്മുടെ സ്വന്തം പാർത്തിബൻ. Good evening, everybody. Best Actor Malayalam in a Negative Role goes to Jayasuriya for Yobinte Pustakam. ജയസൂര്യ സർ ഇവിടെ ഇല്ല, അതുകൊണ്ട് we invite നമ്മുടെ പ്രിയങ്കരിയായ പത്മപ്രിയ and take the award.
അമൽ നീരത്. ഒബ്വിയസ്ലി മൈ ക്ലോസ് ഫ്രണ്ട് ഫഹദ് ഫാസിൽ. ഒരു അവാർഡ് കിട്ടുക എന്ന് പറയുന്നത് ഒരു കോൺഫിഡൻസ് കൂട്ടുന്ന ഒരു കാര്യം തന്നെയാണ് കലാകാരനെ സംബന്ധിച്ച്. ആത്മവിശ്വാസത്തിൽ നിന്നും അഹങ്കാരത്തിലേക്ക് വലിയ ദൂരമില്ല എന്നാണ് പറയുക. എന്ന് തന്നെയാണെങ്കിലും ഞാനിതിനെ ആത്മവിശ്വാസമായിട്ട് മാത്രമേ എടുക്കുന്നുള്ളൂ. സോ ഹാപ്പി ടു റിസീവ് ദിസ് അവാർഡ് ഫോർ ഇയോബിൻ്റെ പുസ്തകം. സിരാജ് ചേട്ടാ, ഇവങ്ക സിരിച്ചു പുട്ട നെഞ്ചില ആണി പ്രിയാമണി. യെസ്, പ്രിയാജീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ധാരാളം ഹാർട്ട്സ് ഇങ്ങനെ കവർന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്, സ്പെഷ്യലി ഡാൻസിലൂടെയാണ്. സോ ഇന്ന് ഒരു ബ്യൂട്ടിഫുൾ പെർഫോമൻസ് അവര് നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് റെഡി ആയിട്ടിരിക്കുകയാണ്. സോ ലെറ്റ്സ് ഇൻവൈറ്റ് പ്രിയാമണി. Ladies and gentlemen, the next gentleman we have to honor is Mr. T.E. Vasudevan, an encyclopedia on Malayalam cinema. He began his journey in the industry in 1938 as an exhibitor. He went on to produce more than 50 films and distributed close to 1,000. In his 80s, Mr. Vasudevan spent 5 years compiling the history of Malayalam cinema into a book. To present this honor, may I invite on stage Mr. Ravi Kottarakara, the ex-president of FCII. T.E. Vasudevan. In fact,
He's a legend in the Malayalam film industry. He's a very close friend of my father, K.P. Kottarakara. Right from my childhood, I was associated with him. He has produced more than 50 films, and he has won nearly 5 national awards. At one stage in his life, he said, I'm not sending my films for the national awards because I'm fed up. I want other films to get national awards. So he stopped sending his films. Such a great person. In fact, even Hyderabad should be proud of him because he was closely associated with Sri Nagareddy. They started in 1950 a company called Associated Pictures, which was involved in distribution. T. Vasudevan is a legend, not because he produced a lot of films, but he taught the producers of the Malayalam film industry how to make a film. 7 പതിറ്റാണ്ടുകളായി മലയാള സിനിമാ രംഗത്ത് ഭീഷ്മാചാര്യനായി പ്രകാശിക്കുന്ന കർമ്മയോഗി ടി വാസുദേവൻ. 1917 തൃപ്പൂണിത്തുറയിലാണ് എൻ്റെ ജന്മം. അച്ഛൻ ശങ്കരമേനോൻ, അമ്മ യശോദമ്മ, രണ്ടുപേരും സ്കൂൾ മാഷന്മാരായിരുന്നു. തൃപ്പൂണിത്തുറ ബോയ്സ് ഹൈസ്കൂളിൽ 10ാം ക്ലാസ് പാസ്സായതോടെ പഠിപ്പ് നിർത്തി. നട്ട് നനച്ച് വളർത്തിയ പൂച്ചെടി മുട്ടനാടത്തി തിന്നും, മുട്ടനാടത്തി തിന്നും. 50ലധികം കഥാചിത്രങ്ങളുടെ നിർമ്മാതാവ്, വിവിധ ഭാഷകളിലുള്ള 1000-ലധികം സിനിമകൾ കേരളത്തിൽ വിതരണം നടത്തി. ഫിലിം വ്യവസായത്തിലെ ശരിയും തെറ്റും കണ്ടറിഞ്ഞ മാർഗദർശി. അന്ന് എറണാകുളത്ത് കൊച്ചിൻ സ്റ്റേറ്റ് പവർ ആൻഡ് ലൈറ്റ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞൊരു സ്ഥാപനം തുടങ്ങുന്ന സമയമായിരുന്നു. അതിൽ ആദ്യത്തെ എംപ്ലോയി ആയിട്ട് എനിക്ക് ജോലി കിട്ടി. അവിടെ കാലത്തെ 10 മണിക്ക് പോയാൽ മതി എന്നുള്ളതുകൊണ്ട് കാലത്തെ സമയത്ത് 1-2 മറ്റ് പ്രസ്ഥാനങ്ങളിൽ കൂടി ടൈപ്പിസ്റ്റും ജോലി നോക്കി വന്നു. ആ പ്രസ്ഥാനത്തിൽ ഒരു ഉടമയ്ക്ക് ഒരു ദിവസം ഒരു കമ്പിളകി തൃപ്പൂണിത്തുറ ഒരു ടെമ്പററി തിയേറ്റർ തുടങ്ങിയാലോ എന്ന്. അവിടെ ഒരു ടെമ്പററി കെട്ടിടം, ഓലക്കെട്ടിടമുണ്ട്. പ്രൊജക്ടർ മുതലായ സാധനങ്ങൾ വാടകയ്ക്ക് എറണാകുളത്ത് ലഭ്യമാണ്. തുടങ്ങാമല്ലോ എന്നായി ഞാനും. അന്ന് ലോകമഹായുദ്ധം കൊണ്ടുപിടിച്ച കാലമാണ്. രാത്രി ബ്ലാക്ക് ഔട്ടാണ്. വൈകുന്നേരം 7 മണിയായാൽ പിന്നെ ബസ്സില്ല. അപ്പോൾ നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ ഉടമയ്ക്ക് തൃപ്പൂണിത്തുറ വന്നിട്ട് സിനിമ നടത്തുന്ന സമയത്ത് അവിടെ നിന്ന് നോക്കിയിട്ട് എറണാകുളത്തേക്ക് വരാൻ ബസ്സിന് സൗകര്യമില്ലാത്തത് കാരണം മാനേജറുടെ ജോലി തൃപ്പൂണിത്തുറ താമസക്കാരനായ എന്നിൽ അർപ്പിക്കപ്പെട്ടു. സ്വയംവരം കഥകളി കാണുവാൻ ഉത്രാടരാത്രിയിൽ പോയിരുന്നു. 5 ദേശീയ അവാർഡുകൾ ലഭിച്ചിട്ടും അവ സ്വീകരിക്കാൻ ഡൽഹിയിൽ പോകാതെ പ്രശസ്തിയുടെ പ്രഭാപ്രസരത്തിൽ നിന്നും ഒഴിഞ്ഞുമാറിയ ഘടദീപം. സന്ധ്യക്കെന്തിനു സിന്ദൂരം, ചന്ദ്രികക്കെന്തിനു വൈഡൂര്യം, കാട്ടാറിനെന്തിനു പാദസരം, എൻ കൺമണിക്കെന്തിനാഭരണം. കേരള ഗവൺമെന്റ് ഏർപ്പെടുത്തിയ JC ദാനിയൽ അവാർഡ് ആദ്യമായി നേടിയ മലയാള സിനിമാ തറവാട്ടിലെ കാരണവർ, സത്യസന്ധതയുടെ ആൾരൂപം ടി വാസുദേവൻ. കേരളമേ എൻ മാനസ കോവിലിൽ നീ എന്നും വിളങ്ങണമേ, കമനീയ കേരളമേ. സിനിമ ജീവിതമാക്കിയ അപൂർവ വ്യക്തിത്വം. 2014 ഡിസംബർ 30 കലാകേരളത്തെ ദുഃഖത്തിലാഴ്ത്തി നമ്മോട് വിട പറഞ്ഞു. ആ പ്രതിഭാധനനെ ആദരിക്കുന്നതിലൂടെ ഐഫ ഉത്സവം അഭിമാനിക്കുന്നു. ആദരവോടെ, സ്നേഹത്തോടെ, ബഹുമാനത്തോടെ ഓർക്കാം ടി വാസുദേവൻ. Mr. T. Vasudevan's grandson is present here. I kindly request him to come to the dais and receive this legendary award. ഈ അവസരത്തിൽ ടി വാസുദേവൻ എന്ന എൻ്റെ അച്ചാച്ചനെ ഓർത്തതിന് ഐഫയോടും ഭാരവാഹികളോടും നന്ദി പറയട്ടെ. അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹത്തിന് പ്രായം 97-നും 98-നും മധ്യയായിരുന്നു. 97-ാം വയസ്സിലും അദ്ദേഹം വളരെ ആക്റ്റീവായിരുന്നു, സജീവമായിരുന്നു, മെൻ്റലി ആൻഡ് ഫിസിക്കലി. അതിൻ്റെ കാരണമാണ് മലയാള സിനിമ. മലയാള സിനിമയോടുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യം, മലയാളം സിനിമയിൽ നിന്ന് കിട്ടിയ പ്രചോദനം. 97-ാം വയസ്സിലും ഒരു മാഗ്നിഫയിങ് ലെൻസ് ഉപയോഗിച്ച് സിനിമാറ്റോഗ്രാഫ് ആക്ട് വായിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിനെയും അദ്ദേഹത്തോട് സഹകരിച്ച ഏവരെയും മലയാള സിനിമയും നമിക്കുന്നു.